മോണ ചുരുങ്ങാനുള്ള വെച്ചപ്പോൾ നമ്മുടെ പല്ലിന്റെ ഇപ്പം ആൽവളർ ബോൺ എന്ന് പറയും, അതായത് ഈ ജോയുടെ അപ്പർ ജോയുടെ ഒരു എക്സ്റ്റൻഷനിലേക്കാണ് ആ പല്ലിരിക്കുന്നത്. ആ ആൽവളർ ബോണിന്റെ ജോബ് എന്ന് പറയുന്നത് ഈ പല്ലിനെ സപ്പോർട്ട് ചെയ്യാന്നുള്ളതാണ്. ഈ പല്ല് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ എല്ലിന് അവിടെ ജോലിയില്ല. അതിന് അട്രോഫി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവും, ചുരുങ്ങും. അപ്പൊ ചുരുങ്ങി വരുമ്പം നമ്മൾ ഡെഞ്ചർ വെച്ചാലും ആ ചുരുങ്ങുന്നത് നടന്നുകൊണ്ടിരിക്കുവാണ്. ആ ചുരുങ്ങുന്നത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവൻച്വലി നമുക്ക് അത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ചിലപ്പോൾ പുതിയൊരു ചെരുപ്പ് ഇടുന്നതിനൊക്കെ കംഫർട്ടബിൾ ആയിരിക്കും, ഒത്തിരി തേഞ്ഞ പഴയ ചെരുപ്പ്. അപ്പൊ ഇവരിത് വെച്ചോണ്ട് കിടക്കും. പക്ഷെ അത് അങ്ങനെ വെക്കും തോറും അത് കൂടുതൽ പോയിക്കൊണ്ടിരിക്കും, നമ്മുടെ എല്ല് കൂടുതൽ ദ്രവിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഡെഞ്ചർ നമുക്ക് മാറ്റി യൂസ് ചെയ്യണം. പക്ഷെ ഇപ്പോഴത്തെ ഇതില് ഇംപ്ലാന്റ്സ്, ഐ എം ഓൾസോ an implantologist. I have been doing that from like 15 years ആയി ഇപ്പൊ ഞാൻ ചെയ്യുന്നു. So I would say like implants have totally changed the way people live. ഒത്തിരി പേര് അതിനെ ഇപ്പൊ 2 ഇംപ്ലാന്റ് വെച്ചിട്ടോ അല്ലെങ്കിൽ 8 ഇംപ്ലാന്റ് വെച്ചിട്ടോ 6 ഇംപ്ലാന്റ് വെച്ചിട്ടോ ഒക്കെ ഈ ഊരുന്ന ടൈപ്പ് പല്ലിനെ ഫിക്സ്ഡ് പല്ലായിട്ട് മാറ്റിയിട്ടുണ്ട്. their standard of living have changed. ഇംപ്ലാന്റ്സ് യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മളിപ്പം ഒരു 15 to 20 ഇയേഴ്സിന് നമുക്ക് വിഷയമൊന്നും ഉണ്ടാവില്ലല്ലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇംപ്ലാന്റ്സ് ബേസിക്കലി പെർമനന്റ് തന്നെയാ പറയാറല്ലേ. 15 to 20 ഇയേഴ്സ് എന്ന് പറഞ്ഞ ഒരു ടൈം ഫ്രെയിമിനേക്കാൾ കൂടുതൽ പലരും പെർമനന്റ് തന്നെ പറയാം.